നമസ്കാരം, ഞാൻ ക്രിസ്tina ചെറിയാൻ. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇതേ സമയം നമ്മൾ കൊടും ചൂടിന്റെ വാർത്തകളായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഈ ആഴ്ച ഇതേ സമയം ദുരിതപ്പെയ്ത്തിന്റെ വാർത്തകളാണ് പറയാനുള്ളത്. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. പലയിടങ്ങളിലും വലിയ നാശനഷ്ടമാണ്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപീകരിച്ചു. അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഇതടക്കമുള്ള വാർത്തകളുണ്ട്. ആദ്യം മഴ വാർത്തകളിലേക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്ത്. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിനകലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അലക്സ് റാം മുഹമ്മദാണ്. അലക്സ്, ഇത്തരത്തിലൊരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലവർഷം എത്തുന്നതിന് മുൻപേ വലിയ മഴയുണ്ടാകും. പല ജില്ലകളിലും മുന്നറിയിപ്പുകളുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ക്രിസ്tina, തെക്കുകിഴക്കൻ അറബിക്കടലിൽ, അതായത് കേരളത്തിന്റെ തെക്കൻ തീരത്തൊരു ചക്രവാത ചുഴി നേരത്തെ നിലനിന്നിരുന്നു. അത് ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതായത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിനരികെയാണ് ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുള്ളത്. അതിന്റെ സ്വാധീനം സംസ്ഥാനത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ മഴ കനക്കാനുള്ള സാധ്യത, അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നേരത്തെ ഒരു ന്യൂനമർദ്ദം നിലനിന്നിരുന്നു. അത് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനാൽ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒമാൻ നിർദ്ദേശിച്ച റിമാൽ എന്ന പേരിലായിരിക്കും ആ ചുഴലിക്കാറ്റ് അറിയപ്പെടുക. അത് പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം സംസ്ഥാനത്ത് എത്രത്തോളം ആകും എന്നുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അങ്ങനെ പറയുന്നില്ല. അത് അത്ര കണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കും. പ്രത്യേകിച്ച് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാനാണ് സാധ്യത എന്നാണ് പ്രവചനം. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കാണ് ഈ ജില്ലകളിൽ സാധ്യത. കഴിഞ്ഞ ദിവസമൊക്കെ കൂടുതലായി മഴ ലഭിച്ച മേഖല കൂടിയാണ് തൃശൂരും എറണാകുളവുമൊക്കെ. അത് ഇന്നും തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. നാളെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ലഭിക്കുന്ന അതിതീവ്ര മഴ അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ശക്തി കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അപ്പോഴും മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാത്രിയൊക്കെ തീവ്രമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് മലയോര മേഖലയിലാണ്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. ശക്തമായ കാറ്റും അതുപോലെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഈ മഴയ്ക്കൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മേഖലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മിന്നൽ പ്രളയം, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, അതുപോലെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം ഇതിനൊക്കെ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള നഗരമേഖലയിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകാൻ സാധ്യത ഏറെയാണ്. അതിനാൽ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്ന് സർക്കാർ സംവിധാനങ്ങളോടും പൊതുജനങ്ങളോടും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുകയാണ്. സമാനമായി തന്നെ തീരവുമായി ബന്ധപ്പെട്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ഈ ന്യൂനമർദ്ദം ഉള്ളതുകൊണ്ട് തന്നെ, അറബിക്കടലിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അറബിക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കേരള തീരത്തും ഒപ്പം തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്ക്, അതായത് 3 മീറ്ററിന് മുകളിലേക്കൊക്കെയുള്ള ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ക്രിസ്റ്റീന. ശരി, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും
അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുണ്ട്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ തെക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. വർക്കല ക്ലിഫിൽ മണ്ണിടിഞ്ഞു. വെള്ളക്കെട്ടിൽ നഗരത്തിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ ഷട്ടർ തുറന്നു. തലസ്ഥാനത്ത് നഗരത്തിലും മലയോര മേഖലയിലും അതിശക്തമായ മഴ തുടരുകയാണ്. രാത്രി മുതൽ പെയ്ത മഴയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. തമ്പാനൂർ, കിഴക്കേക്കോട്ട, വള്ളക്കടവ്, കരമന ഭാഗത്ത് റോഡുകളിലുണ്ടായ വെള്ളക്കെട്ടിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വർക്കല പാപനാശം ബീച്ചിനോട് ചേർന്നുള്ള കുന്നിന്റെ ഒരു ഭാഗം രാവിലെ ഇടിഞ്ഞു വീണു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊന്മുടിയിലേക്ക് യാത്രാവിലക്ക് തുടരുകയാണ്. അരുവിക്കര ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ തുറന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. നെയ്യാറ്റിൻകര ദിനവച്ചപുരം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ മതിൽ മഴയിൽ ഇടിഞ്ഞു വീണു. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊല്ലം കിഴക്കേക്കല്ലടയിൽ കനത്ത മഴയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കൊച്ചുപ്ലാമൂട് സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത്. ശബ്ദം കേട്ട് കുടുംബാംഗങ്ങൾ ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. 24 തിരുവനന്തപുരം. തോരാത്ത മഴയിൽ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത തടസ്സവും അനുഭവപ്പെടുന്നുണ്ട്. മഴക്കാല മുന്നൊരുക്കങ്ങൾ പരാജയപ്പെട്ടതോടെ കൊച്ചി, തൃശൂർ, കോഴിക്കോട് നഗരങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതം അതിരൂക്ഷമാണ്. തൃശൂരിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കാക്കനാട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായുണ്ട്. കുട്ടനാട്ടിൽ നിന്ന് ചേരുന്നത് മനീഷ് മഹിപാലാണ്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ഉണ്ടാകും. അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തും വിവരങ്ങൾ നൽകും. ആദ്യം മനീഷ് മഹിപാലിലേക്ക്. മനീഷ്, ഈ കുട്ടനാടിന്റെ ഒരു പ്രാദേശികമായ പ്രശ്നമാണല്ലോ മടവീഴ്ചയും മഴക്കാലക്കെടുതികളും ഒക്കെ. ഇത്തവണത്തെ ഈ മഴക്കാലം എത്രത്തോളം ദുരിതമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? ക്രിസ്റ്റീന, മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വേനൽ മഴ വലിയ ദുരിതം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിലൊക്കെ തന്നെ വേനൽ മഴ വരുന്ന സമയത്ത് ചൂടിന് വലിയ ശമനമാകും, വലിയ ആശ്വാസമാകും എന്ന് വിചാരിച്ചിരുന്ന കുട്ടനാട്ടുകാർക്കാണ് നിലവിൽ ഇപ്പോൾ പെയ്തിരിക്കുന്ന ഈ വേനൽ മഴ വലിയ ദുരിതമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാനും മണിക്കൂറുകൾ മാത്രം പെയ്ത മഴയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ റോഡുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും മങ്കൊമ്പിൽ നിന്നും നെടുമുടിയിലേക്കുള്ള റോഡ്, നെടുമുടിയിൽ നിന്നും ചമ്പക്കുളത്തേക്കുള്ള റോഡ്, ചമ്പക്കുളത്ത് നിന്നും എടത്തുവിലേക്കുള്ള റോഡ്, ഒപ്പം തന്നെ മങ്കൊമ്പിൽ നിന്ന് പുളിങ്കുന്നിലേക്കുള്ള റോഡ്, അങ്ങനെ പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് തന്നെ വെള്ളം കയറിയതോടെ ജനജീവിതം ദുസ്സഹമായി. ഒപ്പം തന്നെ ആയിരക്കണക്കിന് വീടുകളിലേക്കും വെള്ളം കയറി. മങ്കൊമ്പ് ക്ഷേത്രത്തിന് പിന്നിലായി 250-ലധികം വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനു മുമ്പൊക്കെ തന്നെ കാലവർഷം വരുന്ന സമയത്ത് കുട്ടനാട്ടിൽ സർവ്വസാധാരണമാണ് വെള്ളം വരുന്ന രീതി. പക്ഷേ ഇത് വേനൽ മഴ വരുന്ന സമയത്ത് മണിക്കൂറുകൾ കൊണ്ട് മാത്രം ഇത്രത്തോളം വെള്ളം വന്ന് നിറഞ്ഞ് റോഡുകളിലേക്കും വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം നിറയുന്ന സാഹചര്യം ഉണ്ടായത് ഈ പ്രാവശ്യം മാത്രമാണ്. അത് പാടശേഖര സമിതികളിലൊക്കെ തന്നെ ഈ രീതിയിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നു. പാടങ്ങളിലൊക്കെ തന്നെ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു. അത് കൃഷിക്ക് ശേഷം ഈ കള നശിപ്പിക്കുന്നതിന് വേണ്ടി നിറച്ചു വെച്ച വെള്ളമാണ്. മോട്ടോർ ഉപയോഗിച്ച് കളയാത്തത് മൂലം അത് സമീപത്തെ റോഡുകളിലേക്കും തന്നെ വീടുകളിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇന്നലെ രാത്രിയിലാണ് നല്ല രീതിയിൽ മഴ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ പെയ്തിട്ടുള്ളത്. ഇന്ന് പകലടക്കം വലിയ രീതിയിൽ മഴ ഉണ്ടായിട്ടില്ല. നിലവിൽ നേരിയ തോതിൽ ചാറ്റൽ മഴ കുട്ടനാട് പ്രദേശങ്ങളിലുണ്ട്. രാത്രിയിലും മഴ ശക്തമായാൽ ഇത്തരത്തിലുള്ള പാടശേഖരങ്ങളിൽ വെള്ളം വന്ന് നിറഞ്ഞാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മഴവെള്ളം എത്തും. അത് ജനജീവിതം ദുസ്സഹമാകും, യാത്രാ ദുരിതമുണ്ടാകും, അങ്ങനെ വലിയ രീതിയിലുള്ള ജലജന്യ രോഗങ്ങളുണ്ടാകും. അങ്ങനെ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ കുട്ടനാട്ടിലെ ആളുകൾക്ക് തന്നെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തും. നിലവിൽ ഞാൻ ചെന്ന മങ്കൊമ്പിൽ അടക്കമുള്ള സ്ഥലത്തെ വിഷയം, അവിടെ ഒരുപാട് ആളുകൾക്ക് ഈ രീതിയിലുള്ള പനിയുണ്ട്, എലിപ്പനി അടക്കമുള്ള രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ട്. ഈ വെള്ളം വന്ന് കെട്ടിക്കിടന്നാൽ അത് ദിവസങ്ങളോളം അവിടെ കിടന്നത് അത് വെയിൽ മാറാതെ വെള്ളം ഒഴുകി പോകാത്ത സ്ഥിതി എത്തും. അങ്ങനെ എത്തിയാൽ ഒരുപാട് പേർക്ക് രോഗമടക്കം വരുന്ന സ്ഥിതി ഉണ്ടാകും. എന്നാലും കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ ആശ്വാസമാകും എന്ന് കരുതിയ വേനൽ മഴയാണ് കുട്ടനാട്ടുകാർക്ക് ദുരിതമായിട്ടുള്ളത്. ക്രിസ്റ്റീന.
ശരി, കുട്ടനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിബാലാണ്. ഇനി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുണ്ട്. സൂരജ്, കുട്ടനാട്ടുകാരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗവും അവരുടെ ശീലവും ഒക്കെ മാറിയിരിക്കുകയാണ് ഈ മഴക്കാല ദുരിതങ്ങളൊക്കെ. അപ്പോൾ ഈ വേനൽ മഴ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തൃശ്ശൂരിലേത് മറ്റൊരു കാര്യമാണ്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടപ്പാക്കണമെന്ന കത്ത് ഫെബ്രുവരിയിൽ പ്രതിപക്ഷം നൽകിയെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ആസൂത്രണമോ അല്ലെങ്കിൽ ഒരു പ്ലാൻ എയോ പ്ലാൻ ബിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രയധികം വെള്ളക്കെട്ട് നഗരത്തിൽ രൂപപ്പെടുന്നു. അതേപോലെ തന്നെ അത് അസുഖങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വേറിട്ട പ്രതിഷേധവും ഇന്ന് തൃശ്ശൂർ കണ്ടല്ലോ. നഗരത്തിനൊട്ടും ശീലമില്ലാത്ത ദുരിതം തന്നെയാണ് തൃശ്ശൂർ ഇന്നലെ അഭിമുഖീകരിച്ചത്. അതിൽ തന്നെയാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 7 മണിയോടുകൂടിയായിരുന്നു തൃശ്ശൂരിൽ മഴ പെയ്തത്. പക്ഷേ ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളിൽ ഉണ്ടായ വീഴ്ച അത് തൃശ്ശൂരിനെ വെള്ളക്കെട്ടിലാഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. തൃശ്ശൂർ അശ്വിനി ആശുപത്രി, അതോടൊപ്പം തന്നെ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, നിരവധി വീടുകൾ എന്നിവയെല്ലാം ഇന്നലെ പെയ്ത മഴയിൽ വെള്ളത്തിലായി. ഇതോടുകൂടിയാണ് വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷ കൗൺസിലർമാരടക്കം രംഗത്തെത്തിയത്. ഈ അശ്വിനി ആശുപത്രിക്ക് മുന്നിലെ എല്ലാ ഓടകൾ ഇന്നലെ നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. അത് കൃത്യമായി വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് ഒരു പ്രതിസന്ധി രൂപപ്പെട്ടതെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ കൈത്തോടുകളിൽ പോലും പോള നിറഞ്ഞ സാഹചര്യമായിരുന്നു. ഇതോടുകൂടിയാണ് ഈ പോളപ്പായൽ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോലും ഈ പ്രതിപക്ഷ കൗൺസിലർമാർ മുന്നോട്ട് വന്നത്. എന്തായാലും ഈ സമരത്തിന്റെ ഭാഗമായ പ്രതിപക്ഷ കൗൺസിലർമാരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ BJP കൗൺസിലർമാരും ഈ കോർപ്പറേഷന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ട ടെൻഡർ നടപടികൾ തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കാതെ പോയതാണ് ഇന്നലെ ഈ ടൗൺ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകാൻ ഇടയാക്കിയതെന്നുള്ളതാണ് ഉയരുന്ന പ്രധാന വിമർശനം. ഇനിയും ഗ്രാമീണ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിന്റെ ഗ്രാമീണ മേഖലയിലാണ്. അവിടെയെല്ലാം തന്നെ ശക്തമായ മഴയാണ് തുടരുന്നത്. പ്രത്യേകിച്ച് ചേലക്കരയിലും വടക്കാഞ്ചേരിയിലും അടക്കം വലിയ രീതിയിൽ മഴ തുടരുന്നുണ്ട്. ഈ ചേലക്കരയിൽ ദേശമംഗലത്ത് ഒരു റോഡ് തകർന്നിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ ഒരു വീടിന് മുകളിലേക്ക് പഴയ കാലപ്പഴക്കം ചെന്ന വീട് മറിഞ്ഞു വീഴുകയും ആ വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഗ്രാമീണ മേഖലകളിലും പ്രതിസന്ധി രൂക്ഷമാണ്. മലയോര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിരപ്പള്ളിയിലും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള മലയോര മേഖലകളെല്ലാം തന്നെ വലിയ തരത്തിൽ അവിടെയും കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് ജില്ലാ ഭരണകൂടം ഇന്നലെ ഉണ്ടായ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ പ്രത്യേക യോഗങ്ങൾ ചേർന്നിരുന്നു. എവിടെയൊക്കെയാണ് പ്രതിസന്ധി, ആ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്കടക്കം കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള അടിയന്തര നടപടികളുമായി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ്. ക്രിസ്റ്റീന, ശരി, എന്തായാലും ആ നീക്കം എത്രയും വേഗം നടക്കട്ടെ. ദുരിതത്തിൽ നിന്ന് ജനങ്ങൾക്കൊന്ന് കരകയറാനാകട്ടെ. ഇനി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, കൊച്ചിയിലും കനത്ത മഴ വലിയ ദുരിതം വിതയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട്. കൊച്ചിയിലെ പലയിടങ്ങളിൽ നിന്നുള്ള അവസ്ഥ എന്താണ്? കാക്കനാട് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ടല്ലോ. കൃഷ്ണ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഫോ പാർക്കിന്റെ തൊട്ട് മുന്നിലാണ്. ഇന്നലെ ഇവിടെ മഴ പെയ്ത് ഈ ഇൻഫോ പാർക്കിനുള്ളിലെ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് വരെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ മുങ്ങി ഉപയോഗശൂന്യമായി പോകുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഒപ്പം നഗരത്തിലെ പല മേഖലകളും വെള്ളത്തിനടിയിലാവുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ രാവിലെയും സമാനമായ രീതിയിൽ നല്ല മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വെള്ളമൊന്ന് ഇറങ്ങി തുടങ്ങിയിരുന്നു. കാരണം ഈ ഓടകളൊക്കെ തന്നെ വൃത്തിയാക്കി റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി വിടുന്നതിന് കോർപ്പറേഷൻ, KMRL അങ്ങനെ എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ചൊരു പദ്ധതിയുമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ വൈകിട്ട് വീണ്ടും മഴ ശക്തമായി പെയ്യുകയാണ്. എടപ്പള്ളിയിലൊക്കെ തന്നെ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് വെള്ളം വീണ്ടും റോഡിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആസാദ് റോഡിൽ വേഗം വെള്ളം കയറുന്ന ആ ഒരു സ്ഥിതിയാണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഈ വെള്ളം കയറ്റമുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം പറയാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. ഈ ഇത്രയധികം ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ്. അതിലേക്ക് ചെന്നാൽ തോണി ഇറക്കിയല്ലാതെ സ്റ്റാൻഡിനകത്തേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലുള്ളത്. അങ്ങനെ നഗരത്തിൻ്റെ വിവിധ മേഖലയിൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമായിരുന്നു. ഉച്ചയ്ക്കൊന്നിറങ്ങി വൈകിട്ടതേ വീണ്ടും മഴ അതിഗംഭീരമായി തന്നെ പെയ്യുന്നുണ്ട്. മഴ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ വെള്ളം വീണ്ടും കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം നമ്മുടെ കാക്കനാട് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്.
അവിടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കോളനിയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 9 കുടുംബങ്ങളെ അങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഒരു 7 മണിയോടുകൂടിയൊക്കെ തന്നെ എല്ലാം സജ്ജീകരിക്കപ്പെടും എന്നാണ് അവർ ജില്ലാ ഭരണകൂടമടക്കം അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഭാഗത്ത് ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്, മറുഭാഗത്ത് മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നുമുണ്ട്. ക്രിസ്റ്റിന. ശരി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. കൊടും ചൂടിൽ നിന്ന് ഒരാശ്വാസമാണ് വേനൽ മഴ. എങ്കിലും ഈ കനത്ത മഴ പലയിടങ്ങളിലും വലിയ ദുരിതമുണ്ടാക്കുന്നുണ്ട്. മരം വീണ് വൈദ്യുതി തടസ്സമുണ്ടാക്കുന്നുണ്ട്. റോഡുകളിൽ വെള്ളക്കെട്ട്, വീടുകളിൽ വെള്ളം കയറുന്നു, വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നു. അതേപോലെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. മാത്രവുമല്ല ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പലയിടങ്ങളിലും അത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് കാലാവസ്ഥാ വകുപ്പും ആരോഗ്യ വകുപ്പും നൽകുന്ന എല്ലാവിധ മുന്നറിയിപ്പുകളും പാലിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് പറയുന്നത്. പെരിയാറിന് പുറമെ ചിത്രപ്പുഴയിലും മത്സ്യക്കുരുതി. ഇൻഫോ പാർക്കിന്റെ സമീപം മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. ദൃശ്യങ്ങൾ 24-ന്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാറാണ് ചേരുന്നത്. ശ്യാമി, മത്സ്യക്കുരുതിയുടെ വാർത്തകൾ വരുന്നു. അതിനുശേഷം 2 വകുപ്പുകൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. വേറിട്ട പ്രതിഷേധം ഈ മത്സ്യ കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിനുശേഷം ഇപ്പോഴും അതിനൊരു പരിഹാരമായിട്ടില്ല. കൂടാതെ പുതിയ ഇടങ്ങളിലും ഇത് തന്നെ സംഭവിക്കുന്നു. എന്താണ് കാരണം? ക്രിസ്റ്റീന, പെരിയാറിന്റെ പ്രധാന കൈവഴിയാണ് ചിത്രപ്പുഴ. സ്വാഭാവികമായും പെരിയാർ നദീതീരത്തെ പോലെ തന്നെ ചിത്രപ്പുഴയുടെ തീരങ്ങളിൽ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ചിത്രപ്പുഴയിലേക്ക് ഒഴുക്കുന്നു എന്നുള്ളത് വലിയ പരാതിയായി തന്നെ ഉയരുന്ന വസ്തുത കൂടിയാണ്. അതിനിടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ചിത്രപ്പുഴയുടെ ഇൻഫോ പാർക്കിന്റെ ഭാഗത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പരിശോധനയിലാണ് പല ഭാഗത്തും ഇങ്ങനെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി കിടക്കുന്നത് കാണുന്നത്. ഇവിടെ നദിയിലുള്ള മത്സ്യങ്ങൾ, ചിത്രപ്പുഴയിൽ തന്നെയുള്ള മത്സ്യങ്ങളാണ് ഈ ചത്തുപൊങ്ങി കിടക്കുന്നത്. പെരിയാറിൽ മത്സ്യം വളർത്തുന്ന ആളുകളുടെ ഉൾപ്പെടെ കൂടുതലായി ചത്തുവെങ്കിൽ ഇവിടെ നദിയിലുള്ള മത്സ്യങ്ങൾ തന്നെയാണ് ഈ ചത്തിങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഏതെങ്കിലും വ്യവസായശാലയിൽ നിന്ന് രാസമാലിന്യങ്ങളടങ്ങിയ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത് തന്നെയാകാം ഇങ്ങനെ ഒരു സ്ഥിതിക്ക് കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും കൂടുതൽ ഭാഗങ്ങളിൽ ഇപ്പോൾ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കാണുന്നുണ്ട്. പെരിയാറിന് തൊട്ടുപുറകെയാണ് പെരിയാറിന്റെ കൈവഴിയായ ചിത്രപ്പുഴയിലും ഇപ്പോൾ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കാണുന്നത്. ക്രിസ്റ്റീന. ശ്യാം, ഇത് പറയുമ്പോഴും വ്യവസായ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകും. ഇതിന് കൃത്യമായ ഒരു കാരണമോ കൃത്യമായ ഒരു പരിഹാരമോ ഇതുവരെ ആകുന്നില്ലല്ലോ. തീർച്ചയായും പരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രി പറയുകയും പരിശോധന നടക്കുന്നുവെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. തൊട്ടടുത്ത ദിവസമാണ് ഇന്ന് ചിത്രപ്പുഴയിൽ ഈ സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അവിടെയാണ്, മറ്റു ചില വ്യവസായശാലകളൊക്കെ അവിടെയുണ്ട്. ഇതിൽ നിന്നൊക്കെ മാലിന്യം ഈ ചിത്രപ്പുഴയിലേക്ക് ഒഴുകുന്നു എന്നുള്ളത് ആരോപണമുണ്ട്. മുൻപും ഇതുപോലെ തന്നെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സ്ഥലമാണ് ചിത്രപ്പുഴ. അതിന് പിന്നാലെയാണ് ഈ കനത്ത മഴയിലും ഇങ്ങനെ ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കാണുന്നത്. കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് ഒഴുകിപ്പോകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും പല ഭാഗങ്ങളിലും ഇപ്പോൾ പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട്. എന്താണ് ചിത്രപ്പുഴയിലും ഈ മത്സ്യങ്ങൾ ഇങ്ങനെ സമാനമായ രീതിയിൽ, പെരിയാറിന് സമാനമായ രീതിയിൽ ചത്തുപൊങ്ങുന്നതിന് ഇടയാക്കിയതെന്നുള്ളതാണ് ഇവർ തിരക്കുന്നത്. ഏതായാലും ചിത്രപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. അത് പല പ്രദേശങ്ങളും സൈഡുകളിലേക്ക് തന്നെ വന്ന് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന. ശരി, ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ഒരു യോഗം നാളെ സബ് കളക്ടറുടെ ഓഫീസിൽ ചേരുന്നുണ്ട്. കുഫോസിലെ വിദഗ്ധരുടെ സംഘവും ഈ പെരിയാറിൽ പരിശോധന നടത്തുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അബദ്ധം പിണഞ്ഞ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. കമന്റ് ബോക്സിൽ പരിഹാസവും വിമർശനവും ഉയർന്നതോടെ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഒട്ടും കാലികമല്ലാത്ത ഒരു പോസ്റ്റ്. ഈ പോസ്റ്റ് വരുമ്പോൾ കാണുന്ന എല്ലാവരും തന്നെ ഒരു കൺഫ്യൂഷനിലാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കമന്റ് ബോക്സിൽ നിരവധി ട്രോളുകളൊക്കെ വന്നിരുന്നത് നമ്മൾ കണ്ടതാണ്. 2018 സിനിമ ഇപ്പോഴാണോ കാണുന്നതെന്നൊക്കെ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. എന്താണ് ഈ പോസ്റ്റിന് കാരണം? ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭ്യമാണോ?
കൃഷ്ണ, ഇതിൽ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിന് പുറത്തിരുന്ന് അദ്ദേഹം കേരളത്തിനായി ദുഃഖം പൊഴിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ പ്രളയമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ടെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയടക്കമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ആ പോസ്റ്റ് ഇട്ട് ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ ആ പോസ്റ്റിന് താഴെ പൊങ്കാലയാണ് കാണാൻ സാധിച്ചത്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ, അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റു മലയാളികളുടെയൊക്കെ പൊങ്കാലയാണ്. ഇവിടെ ആരും പ്രളയം അറിഞ്ഞില്ല എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ പറയുന്നത്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട കമന്റുകളായി വരുന്നത് 2018 ചലച്ചിത്രം അദ്ദേഹം ഇപ്പോൾ കണ്ടതേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയും മേയർ ആര്യ രാജേന്ദ്രനും കൗണ്ടർ പോസ്റ്റുകളുമായി രംഗത്തെത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിൽ വി ശിവൻകുട്ടിയുടെ പരിഹാസ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇപ്പോൾ കണ്ടത് 2018 സിനിമയാണ്, തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ പൂർണ്ണ ബോധം പോകാതെ രക്ഷപ്പെടാം എന്നാണ് വി ശിവൻകുട്ടിയുടെ പരിഹാസം. മേയർ ആര്യ രാജേന്ദ്രൻ 2018 സിനിമയിലെ ഒരു ഭാഗം, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെങ്ങാനും കണ്ടിട്ടാണോ എന്തോ ഇത് സിനിമയാണെന്ന് ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് അറിയിക്കണേ എന്നാണ് മേയറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണെങ്കിലും വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാക്കിയ കാര്യമാണ്. കാരണം കേരളത്തിൽ എന്താണെങ്കിലും പ്രളയം ഉണ്ടായിട്ടില്ല. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ആ വെള്ളക്കെട്ടിൽ വീണും ഇടിമിന്നലേറ്റും 2-3 മരണങ്ങൾ കേരളത്തിന്റെ അങ്ങിങ്ങ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പ്രളയം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലും കമന്റിലും ഒക്കെ ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. എന്താണെങ്കിലും 1.5 മണിക്കൂർ തികയുന്നതിന് മുമ്പേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രാദേശികമായ കാര്യങ്ങളിൽ ധാരണയില്ലാത്ത സ്ഥാനാർത്ഥി എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. വിവരങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന്. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ എടത്വയിൽ പൊതുസ്ഥലത്തെ മദ്യപാനം ചോദ്യം ചെയ്ത എടത്വ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് എടത്വ മണ്ഡലം പ്രസിഡന്റ് അൽഫോൻസ് പനമ്പറമ്പിലും സംഘവും ആക്രമിച്ചു. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത് മനീഷ് മഹിബാലാണ്. മനീഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? ക്രിസ്റ്റീന, ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കോൺഗ്രസിൻ്റെ എടത്വ മണ്ഡലം പ്രസിഡന്റ് അൽഫോൺസ് പനമ്പറമ്പിൽ, കുര്യൻ പനമ്പറമ്പിൽ, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള അമൽ കുര്യൻ, ജോർജ് കുട്ടി എന്നിവരാണ് പോലീസിനെ ആക്രമിച്ചത് എന്നാണ് പോലീസിൻ്റെ ഭാഗം. അതായത് ഇന്ന് ഉച്ചയോടുകൂടി എടത്വ തായങ്കരി ഭാഗത്ത് ഒരു ഒഴിഞ്ഞ പറമ്പിലിരുന്ന് ചില ആളുകൾ മദ്യപിക്കുന്നെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഈ പരാതിയെ തുടർന്നാണ് എടത്വ CAയും സംഘവും ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയ സമയത്താണ് ഈ മണ്ഡലം പ്രസിഡന്റിനെ ഒക്കെ തന്നെ പോലീസിന് ചോദ്യം ചെയ്യേണ്ടി വന്നത്. ആ സമയത്ത് ഇത് സ്വകാര്യ ഭൂമിയാണ്, ഇവിടെ നിന്ന് മദ്യപിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നാണ് ഈ എടത്വ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അൽഫോൺസ് പനമ്പറമ്പിൽ പറഞ്ഞത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങൾ പകർത്തി ഇവരോട് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിനൊന്നും തയ്യാറാകാൻ ഈ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, അവിടെ ഉണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർ കയ്യേറ്റം ചെയ്തു എന്നാണ് കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ഇവരെ എടത്വ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന്. ഇനി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. എന്താണ് അവിടെ സംഭവിച്ചത്? പൊതുസ്ഥലത്തെ പരസ്യമായ മദ്യപാനം ചോദ്യം ചെയ്യപ്പെടുന്നു, അതിൽ ആക്രമണം അഴിച്ചുവിടുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. ഞങ്ങൾക്ക് പലയിടത്തും പ്രോപ്പർട്ടി കാണും. അത് നിങ്ങൾ തെളിയിച്ചോ? സാർ അത് തെളിയിക്കുന്ന പിന്നെ തെളിയിച്ചോളാം. സാർ വീഡിയോ എടുത്തോണ്ട് വീട്ടിൽ പോകും. സാർ വീഡിയോ എടുത്തോണ്ട് വീട്ടിൽ പോകും. സാർ വീഡിയോ എടുത്തോണ്ട് വീട്ടിൽ പോകും. കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ വരത്തുള്ളൂ. സാർ വണ്ടി എടുത്തോണ്ട് പോകില്ല. വണ്ടിയല്ല, ഞാൻ ആളെ കൊണ്ടുപോകും. ഓ ഇല്ല, സാർ കൊണ്ടുപോകത്തില്ല. എന്നാ ഞങ്ങൾക്ക് വെള്ളം അടിക്കാൻ ഇവിടെ സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയാണ്. സാർ റോഡിൽ നോക്കിയോ? റോഡിലല്ല, ഞാൻ മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ വെള്ളം അടിക്കുന്നുണ്ട്. അതിനകത്ത് എന്നാ പുറത്ത് എന്തോ അത് ഞങ്ങൾ കോടതി പറഞ്ഞോളാം. സാറിന്റെ പണി നോക്കുക.
മറ്റൊരു വാർത്തയിലേക്കാണ്. ആൺകുട്ടിയെ മർദ്ദിച്ച കേസിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് വധശ്രമക്കുറ്റം ചുമത്തി. കായംകുളം പോലീസ് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച BJP പ്രവർത്തകൻ മനോജിനെയാണ് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് വീണ്ടും അറസ്റ്റ് ചെയ്തത്. മോഷണക്കുറ്റം ആരോപിച്ചാണ് മനോജ് 14-കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. എൻ്റെ കോളറെ പിടിച്ച് പൊക്കിയെടുത്ത് സൈക്കിൾ എടുത്ത് തലയും കുത്തിയിട്ടിട്ട് സൈക്കിൾ മൊത്തം നശിപ്പിച്ചു. എന്നിട്ട് എൻ്റെ കോളറെ പിടിച്ച് അണ്ണങ്ങാടി തള്ളക്കി വന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന വീട് അപ്പുറത്തായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ ഒന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അവനെ ചെയ്യില്ല, അവനെ എനിക്കറിയാവുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് ചെറിയ താല്പര്യം പറയുന്നതെന്ന് ഞാൻ പുള്ളി ചീത്ത വിളിച്ചെന്നൊക്കെ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലാണ് ചേരുന്നത്. മനീഷ്, സ്വന്തം വീട്ടിൽ നിവൃത്തികേട് കൊണ്ട് സ്വന്തം വീട്ടിലുള്ള ആക്രിസാധനങ്ങൾ പെറുക്കി അത് വിൽക്കാൻ പോയ 14 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ കുഞ്ഞേറ്റ മർദ്ദനത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. അതിലുപരിയായിരിക്കുമല്ലോ അവനേറ്റ മാനസിക ആഘാതം എന്ന് പറയുന്നതും. എന്താണ് കൃത്യമായി സംഭവിച്ചത്? തുടക്കത്തിൽ എന്താണ് ഇത്തരത്തിലൊരു പാളിച്ച ഈ പ്രതിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സംഭവിച്ചത്? ക്രിസ്റ്റീന, ആരും ചോദിക്കാനില്ല എന്ന് മനസ്സിലാക്കി പോലീസ് ഇടപെട്ടുകൊണ്ട് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ഒരു കേസാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ കേസിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ഈ കേസ് എന്താണെന്ന് പഠിച്ച ശേഷം ആ കേസിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വധശ്രമത്തിന് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവം ഉണ്ടാകുന്നത് ഞായറാഴ്ച ഉച്ചയോടുകൂടിയാണ്. അതായത് വീട്ടിൽ പട്ടിണിയാണെന്നാണ് ഈ മർദ്ദനത്തിന് ഇരയായിട്ടുള്ള 14 വയസ്സുകാരൻ ഷാഫിയുടെ മാതാവ് പറയുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഏതാനും ചില കാര്യങ്ങൾ, അതായത് വീട്ടിലെ ഇരുമ്പ്, തുരുമ്പ് തുടങ്ങിയിട്ടുള്ള ആക്രി സാധനങ്ങൾ ഒരു കടയിലേക്ക് 14 വയസ്സുകാരൻ ഷാഫിയും ഷാഫിയുടെ അനിയനും കൂടി സൈക്കിളിൽ കൊണ്ടുപോകുന്ന സമയത്താണ് BJPയുടെ പ്രാദേശിക പ്രവർത്തകൻ കൂടിയിട്ടുള്ള മനോജ് ഇവിടെ എത്തുന്നതും ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതാണെന്ന് ഇവരോട് ചോദിക്കുന്നതും ഇവർ ഉത്തരം പറയാത്ത സാഹചര്യത്തിൽ ഈ സൈക്കിൾ എടുത്ത് എറിയുകയും ഈ ഷാഫിയെ 14 വയസ്സുള്ള ഷാഫിയെ ക്രൂരമായി മർദ്ദിച്ചതും 2 ദിവസത്തോളം ഷാഫിക്ക് മൂത്രം പോയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് വീട്ടിലും താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. അങ്ങനെ ഇത് ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഷാഫിയെ പിന്നീട് മാറ്റി. കായംകുളം പോലീസിൽ പരാതി നൽകിയിട്ടും കായംകുളം പോലീസ് ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറായില്ല, മൊഴി പോലും എടുക്കാൻ, ഒരു അന്വേഷണം പോലും എടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ഇത് വലിയ വിവാദമായി വാർത്തയായതിൻ്റെ പിന്നിൽ കായംകുളം പോലീസ് കേസെടുത്തിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്തത് ജാമ്യം ലഭിക്കുന്ന വകുപ്പിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിന് മനോജ് എന്ന കാപ്പിൽ സ്വദേശി BJP പ്രവർത്തകനെ വിട്ടയച്ചു. പക്ഷേ പിന്നീടാണ് ഈ കുട്ടിയുടെ അസുഖം അല്ലെങ്കിൽ ഇത്തരത്തിൽ മർദ്ദനമേറ്റ വിഷയം ആരോഗ്യനില ഗുരുതരമാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ കായംകുളം DYSPയുടെ ഇടപെട്ടുകൊണ്ട് നിർദ്ദേശം നൽകി. ഈ കേസിൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന കേസല്ല, ഇത് വധശ്രമത്തിന് തന്നെ കേസെടുക്കുമെന്ന് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ കായംകുളം CI അടക്കം ഇടപെട്ടുകൊണ്ട് ഈ കുടുംബത്തിനൊരു സൈക്കിൾ പുതിയത് വാങ്ങിച്ചുകൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. സംഭവം നടന്ന 4 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ വകുപ്പുകൾ രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തെന്നുള്ള വലിയ പരാതി അടക്കമുണ്ട്. എന്താണെങ്കിലും നിലവിൽ ഈ പ്രതി മനോജ് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്, അറസ്റ്റിലാണ്. അയാളെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും. ഈ 14 വയസ്സുകാരൻ ഷാഫിയുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. അതായത് മൂത്രാശയത്തിലടക്കം വിഷയങ്ങളുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഷാഫി ചികിത്സയിൽ കഴിയുകയാണ്. ക്രിസ്റ്റീന, മനുഷ്യ, ഈ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണോ? കുട്ടിക്ക് ഈ പറയുന്നത് പോലെ ചികിത്സയ്ക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ അല്ലെങ്കിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ലഭ്യമാക്കുന്നതിനെ കുറിച്ചൊക്കെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ? ക്രിസ്റ്റീന, ഈ സംഭവം നടന്ന സമയത്ത് കുടുംബം ആദ്യം ആശുപത്രിയിൽ പോയില്ല. ഇവർ വർഷങ്ങളായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ എത്തി വ്യാപാരം നടത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പ്രാദേശികമായി തന്നെയുള്ള സഹായം ആരുടെയും ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ എത്തിയില്ല. പക്ഷേ ഈ കുട്ടിക്ക് മൂത്രമൊഴിക്കാൻ പറ്റാതെ 2 ദിവസമായതിനെ തുടർന്നാണ് ആദ്യം ഒരു താലൂക്ക് ആശുപത്രിയിലേക്ക് അടക്കം എത്തിക്കുന്നത്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുന്നതൊക്കെ തന്നെ അപ്പോഴാണ് ഈ വിഷയം ഇത്രത്തോളം പ്രശ്നമുള്ളതാണ് എന്ന കാര്യം പോലും വീട്ടുകാർക്കും ഒപ്പം തന്നെ നാട്ടുകാർക്കും അടക്കം മനസ്സിലാകുന്നത്. കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് കുട്ടിയെ ആക്രമിച്ചത് സൈക്കിൾ ആദ്യം വലിച്ചെറിഞ്ഞു, കുട്ടിയുടെ കഴുത്തിന് പിടിച്ച് മതിലിൽ പൊക്കി നിർത്തി,
പിന്നീട് അടിവേറ്റിലടക്കം മുട്ടുകാല് കൊണ്ട് മർദ്ദിച്ചു എന്നടക്കമുള്ള ക്രൂരമായിട്ടുള്ള കാര്യമാണ് ഈ മനോജ് എന്ന പ്രതി ചെയ്തിട്ടുള്ളത്. മനോജ് ആ സമയത്ത് ഈ കുട്ടികളോട് ചെയ്തത് മനോജ് ആ പോലീസിനോട് പറഞ്ഞത് ഇവർ എവിടെയോ നിന്നോ മോഷ്ടിച്ചു കൊണ്ടുവന്ന കുറച്ച് ആക്രി സാധനങ്ങൾ ആക്രിക്കടയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്ത് താൻ ചോദ്യം ചെയ്തപ്പോൾ ഈ 14 വയസ്സുകാരൻ തന്നോട് തർക്കുത്തരം ആയിട്ടുള്ള മറുപടി പറഞ്ഞു. അതുകൊണ്ടാണ് താൻ അവരെ ശകാരിച്ചതെന്നാണ്. പക്ഷേ ഇതൊരു ശകാരം മാത്രമല്ല, അയാൾക്ക് അത്തരത്തിലുള്ള യാതൊരു അധികാരവുമില്ല. ഒരു 14 വയസ്സുകാരനെ ക്രൂരമായിട്ടാണ് അയാൾ മർദ്ദിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് എന്താണെങ്കിലും പോലീസ് വധശ്രമത്തിനടക്കം കേസെടുത്തിട്ടുള്ളത്. ഇപ്പോഴും നില ഗുരുതരമാണ്. 2 ദിവസത്തോളം മൂത്രം പോകാത്തതിനെ തുടർന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചത്. ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഈ 14 വയസ്സുകാരൻ ഷാഫി ചികിത്സയിൽ കഴിയുന്നത്. ക്രിസ്റ്റീന. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തു തന്നെയായാലും മോഷണക്കുറ്റമാണെങ്കിൽ പോലും അത് നിയമം കയ്യിലെടുക്കാൻ ആർക്കും ഒരു സാഹചര്യവുമില്ലാത്ത ഒരു രാജ്യത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ചെറിയ കുട്ടി അതിനെ ഉപദേശരൂപേണ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യം, തർക്കുത്തരം പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യമൊക്കെയാണ് ഇത്രയും വലിയ ഒരു പ്രശ്നത്തിലേക്ക് മാറിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിപാലാണ്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ IT പാർക്കുകളിലെ മദ്യശാലകൾ ഈ വർഷം തന്നെ ആരംഭിക്കും. പ്രതിപക്ഷ എതിർപ്പ് മറികടന്ന് നിർദ്ദേശങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റി അംഗീകാരം നൽകി. 20 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ്. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് മദ്യശാലകൾ പ്രവർത്തിക്കുക. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പ്രതിപക്ഷത്തിന്റെ എതിർപ്പ്, പ്രതിപക്ഷം മാത്രമല്ല, കഴിഞ്ഞ ഈ മദ്യനയം പുറത്തു വന്നപ്പോൾ സഭകളടക്കമുള്ള പലരും ഇതിൽ വിമർശനം ഉന്നയിച്ചു. ഇനി കുടിച്ചു കൂത്താടി ജോലിക്ക് വരുന്നവരെയൊക്കെ കാണാമല്ലോ എന്നൊക്കെ വിമർശനം ഉന്നയിച്ച പലരും ഉണ്ടായിരുന്നു, സാധാരണക്കാരുൾപ്പെടെ. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നിൽക്കുമ്പോൾ, പ്രതിപക്ഷ പ്രതിഷേധം നിൽക്കുമ്പോൾ തന്നെ സബ്ജക്ട് കമ്മിറ്റി ഇതിന് അംഗീകാരം നൽകുന്നു. എന്താണ് ഇന്നത്തെ തീരുമാനങ്ങൾ? ക്രിസ്ത്യന, കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം. ആ തീരുമാനവുമായി സർക്കാർ നേരത്തെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനവും നടത്തുകയും ചെയ്തിരുന്നു. അബ്കാരി നിയമത്തിൽ ഭേദഗതി വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം, പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ എതിർപ്പുന്നയിച്ചത്. ഇതോടെയാണ് ഈ നിയമസഭാ സമിതി അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടത്. ഈ വിശദമായ ചർച്ച നടക്കുന്ന സാഹചര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം എതിർപ്പുന്നയിച്ചിരുന്നു. ഇത് തള്ളിയാണ് സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയത്. IT പാർക്കുകൾക്ക് FLC ലൈസൻസ്, FL4C ലൈസൻസ് ആയിരിക്കും നൽകുക. ലൈസൻസ് ഫീസ് 10 ലക്ഷം ആക്കണം എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ IT വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ 20 ലക്ഷമാക്കി ഉയർത്തണമെന്ന് എക്സൈസ് വകുപ്പ് ആവശ്യപ്പെട്ടു. അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരിക്കും ഇതിനുള്ള പ്രവർത്തന സമയം എന്ന് പറയുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ശ്രീ VM സുധീരൻ കൂടി ചേരുകയാണ്. ശ്രീ VM സുധീരൻ, വർഷങ്ങളായി ഈ മദ്യ നിരോധനം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മദ്യനയം വരുമ്പോൾ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. ജോലി സമയത്ത് മദ്യപാനത്തിലേക്ക് അത് നയിക്കുമോ, സംസ്ഥാനത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു മാർഗത്തിലേക്ക് പോകണോ എന്നൊക്കെ. അങ്ങയുടെ പ്രതികരണം? കാരണം ഇപ്പോൾ തന്നെ മദ്യവ്യാപനത്തിന്റെ ഫലമായി കേരളം വളരെ വലിയൊരു ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ലഹരി വിപത്തിനെ കുറിച്ച് വേണ്ട പോലെ ചർച്ച നടക്കുന്നില്ല. മദ്യവും മയക്കുമരുന്നും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ പോലും ഇതിന്റെ വിക്ടിംസായി മാറിക്കൊണ്ടിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. കുടുംബങ്ങളിലെ സമാധാനം പോകുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ അന്തരീക്ഷം ഒരു വ്യാപകമായി പറയുകയാണെങ്കിൽ ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? അതിലൊരു പ്രധാന കാരണം നമ്മൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ശ്രദ്ധിച്ചാൽ, വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ കുറ്റകൃത്യങ്ങളുടെ, ഗുണ്ടാമാഫിയ പ്രവർത്തനങ്ങളുടെ എല്ലാം പുറകിൽ നോക്കിയാൽ ഒരു പ്രധാന കാര്യം മദ്യവും മയക്കുമരുന്നുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത്, ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൽ 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്നത് ഇന്നിപ്പോ ഏതാണ്ട് 1000-ഓളം എത്തിയിരിക്കുകയാണ്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അനുവദിക്കപ്പെടുന്ന ബാറുകളുടെ വിവരങ്ങളൊന്നും എക്സൈസിന്റെ വെബ്സൈറ്റിൽ കൊടുക്കാറില്ല. നേരത്തെ ഇതെല്ലാം കൃത്യമായി കൊടുത്തിരുന്നു. അപ്പൊ എത്രത്തോളം ബാറുകൾ അനുവദിച്ചു എന്ന് ഒരു 850 ബാറിന്റെ കണക്ക് വരെ നമുക്ക് അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എക്സൈസിന്റെ വെബ്സൈറ്റിലൊന്നും കാണിക്കാറില്ല. ഇതിന് പുറമെ കൺസ്യൂമർ ഫെഡിന്റെ
മദ്യശാലകളുണ്ട്, പിന്നെ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളുണ്ട്, കള്ള് ഷാപ്പുകളുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഇതേവരെ ശാന്തമായി പോയിരുന്ന കേരളത്തിൽ IT രംഗം സാമാന്യേന മെച്ചപ്പെട്ടു വരുന്നൊരു സാഹചര്യമാണ്. ആ മെച്ചപ്പെട്ടു വരുന്ന IT മേഖലയിലെ അന്തരീക്ഷത്തെ മലീമസപ്പെടുത്താൻ, തകരാറിലാക്കാൻ ഇടവരുത്തുന്ന രീതിയിൽ വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഈ കാര്യത്തിൽ നീങ്ങുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇപ്പൊ IT മേഖല വളർന്നു വരികയാണ്. കേരളത്തിന്റെ IT മേഖല പച്ചപിടിച്ചു വരികയാണ്. ഈ നല്ല രീതിയിൽ വരുന്ന IT മേഖലയിലെ മിടുക്കന്മാരായ ആളുകളെ പോലും ഇതിലേക്ക് ആകർഷിക്കാൻ, കാരണം മദ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ലഭ്യതയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ ലോക്ക്ഡൌൺ പീരീഡ്, കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ പീരീഡ് ഉണ്ടായല്ലോ, 64 ദിവസം എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടി. ഒരാൾക്കും ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. മദ്യമില്ലെങ്കിലും ജനങ്ങൾക്ക് ജീവിക്കാം എന്നുള്ളത് കൃത്യമായി ലോക്ക്ഡൌൺ പീരീഡ് കാണിച്ചു തന്നു. അപ്പോൾ മദ്യത്തിന്റെ ലഭ്യതയാണ് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലുമുള്ള എല്ലാ പഠനങ്ങളിലും ഒരു കാര്യം വ്യക്തമാക്കുന്നത്, മദ്യത്തിന്റെ ലഭ്യതയാണ് മദ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു പ്രധാന ഘടകം. അപ്പോൾ മദ്യം എവിടെ വേണമെങ്കിലും മദ്യം ലഭ്യം, കൈ നീട്ടിയാൽ മദ്യം കിട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കുക. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഒരു താല്പര്യവും കാണുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, കേരളം മുഴുവൻ ഇത്ര വ്യാപകമായ മഴക്കെടുതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്താൽ അതോടുകൂടി നഗരം, നാട്ടിൻപുറം നിശ്ചലമാകുന്ന സാഹചര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാനോ പരിഹാര മാർഗങ്ങൾ കാണാനോ ഭരണാധികാരികൾ സമയമില്ല. ശ്രീ വി എം സുധീരൻ, സർക്കാരിന്റെ ഒരു ന്യായം തൊഴിൽ സൃഷ്ടിക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കാണണമെങ്കിൽ ഖജനാവിൽ പണം വേണം. ആ പണം വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാർഗത്തിലേക്ക് കൂടി പോകണം. മാത്രമല്ല, IT കമ്പനികളിലൊക്കെ ഈ മീറ്റിങ്ങുകൾ, കോൺഫറൻസുകൾ, കൺവെൻഷനുകൾ, ഇൻസെന്റീവുകൾ, എക്സിബിഷൻ, ഇതൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ ഒഴിച്ചുകൂടാൻ ആവാത്ത ഭാഗമാണ് മദ്യം. അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നല്ലതല്ലേ നമ്മുടെ തന്നെ ശാലകളിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്നൊരു ന്യായമൊക്കെ പറയുന്നുണ്ടല്ലോ സർക്കാർ. മാത്രവുമല്ല, ഇനി വരാനിരിക്കുന്ന മദ്യനയത്തിൽ ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള ഒരു നീക്കം കൂടി ഉണ്ടല്ലോ. ഈ പറയുന്നതിലൊന്നും യാതൊരു ന്യായീകരണവുമില്ല. IT മേഖലയിലെ കോൺഫറൻസുകളിൽ മദ്യമാണോ പ്രധാന വിഷയം? അതാണോ പ്രധാന ഇനം? അതാണോ? അവിടെ ബുദ്ധിമാന്യം ഉണ്ടാക്കാനല്ലേ മദ്യം ഇടവരുത്തൂ, അല്ലാതെ ബുദ്ധിയെ മെച്ചപ്പെടുത്താൻ മദ്യം ഇടവരുത്തുമോ? ശരിക്കു പറഞ്ഞാൽ എന്തൊരു തെറ്റായ കാഴ്ചപ്പാടോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. 2, സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തണമെങ്കിൽ അനാവശ്യമായ ധൂർത്തുകൾ ഒഴിവാക്കുക, കെടുകാര്യസ്ഥത ഒഴിവാക്കുക, ചെലവ് ചുരുക്കേണ്ട സ്ഥലത്ത് ചെലവ് ചുരുക്കണം. അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങേയറ്റം വ്യാപകമായ ധൂർത്ത് നടത്തി പൊതുസമ്പത്ത് ധൂർത്തടിച്ച് അതിന് പണം കണ്ടെത്തണമെന്നതിന് വേണ്ടി ജനങ്ങളെ വീണ്ടും ഒരു വലിയ ദുരന്തത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഇവര് ടൂറിസത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ടൂറിസം നമുക്കറിയാം, കേരളത്തിൽ മദ്യശാലകൾ അടച്ചുപൂട്ടിയ കാലത്ത് 2014 മുതൽ 16 വരെയുള്ള കാലത്തെ ടൂറിസ്റ്റുകളുടെ, ആഭ്യന്തര ടൂറിസ്റ്റുകൾ, വിദേശ ടൂറിസ്റ്റുകൾ, അവരുടെ വരവ്, അവരുടെ എണ്ണം കണക്കാക്കിയാൽ, അതുപോലെ തന്നെ ടൂറിസത്തിൽ നിന്ന് വരുമാനം കണക്കാക്കിയാൽ നമുക്കറിയാം, മദ്യശാല അടച്ചുപൂട്ടിയത് കൊണ്ട് ടൂറിസ്റ്റുകൾ കുറഞ്ഞില്ല, മറിച്ച് കൂടുകയാണ് ചെയ്തത് എന്ന് അറിയാൻ സാധിക്കും. സർക്കാർ ഈ കാര്യത്തിൽ പറയുന്ന ന്യായീകരണങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള കൃത്യതയില്ല. അത് വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല. ശരിക്കു പറഞ്ഞാൽ ഇതിന്റെ ഫലം എന്ന് പറയുന്നത് കേരളത്തെ വലിയൊരു സാമൂഹ്യ വിപത്തിലേക്ക് തള്ളിവിടും. ശരി, വളരെ നന്ദി ശ്രീ വി എം സുധീരൻ പ്രതികരിച്ചതിന്. കൂടുതൽ വാർത്തകളിലേക്ക്. മലങ്കര ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ടുണ്ട്. 4 ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതം ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ ആറിന്റെയും തൊടുപുഴ ആറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി ആർ ബിന്ദുവിന് മറുപടിയില്ല, ബോംബ് നിർമ്മാതാക്കളെ മഹത്വവൽക്കരിക്കുന്നവർക്ക് മറുപടിയില്ല എന്ന രീതിയിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്നാരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം. ശുചീകരണം നടത്താത്ത തോട്ടിലെ പായൽ വാരിയാണ് പ്രതിഷേധം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, മഴക്കാലം എത്തുന്നു എന്നുള്ളതൊന്നും നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട കാര്യമല്ല. മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ട ആസൂത്രണം നടത്തണം, വേണ്ട പദ്ധതികൾ ചെയ്യണം. പക്ഷേ ഇപ്പോൾ അതൊക്കെ പാളി എന്നാണല്ലോ മനസ്സിലാക്കുന്നത് ഈ പ്രതിഷേധത്തിൽ നിന്ന്.
തീർച്ചയായും ഇന്നലെ പെയ്ത ഒരു മഴയിൽ തന്നെ കൊച്ചിയിലെ റോഡുകളിലൊക്കെ വെള്ളം കയറിയിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രതിഷേധം ഉണ്ടായ സ്ഥലത്താണ്. അവിടെ പ്രതിപക്ഷ കൗൺസിലർമാരാണ് പ്രതിഷേധിക്കുന്നത്. കത്രിക്കടവ് റോഡിലെ കാരണംകോട് തോട്, ഇത് കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ, തമ്മനം, പാലാരിവട്ടം ഉൾപ്പെടെ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് ഇടയാക്കുന്ന ഒരു തോടാണ്. അവിടെ മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല. ഈ പോളകൾ വാരി മാറ്റിയില്ല, തോടിന്റെ ആഴം കൂട്ടിയില്ല, അങ്ങനെ നടത്തേണ്ടിയിരുന്ന ജോലികളൊന്നും നടന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി കോൺഗ്രസിന്റെ കൗൺസിലർമാർ എത്തിയത്. ദീപ്തി മേരി വർഗീസ് അടക്കമുള്ളവരുണ്ട്. അവരാണ് ഇപ്പോൾ ഈ തോട്ടിൽ നിന്ന് ഈ പോളവാരി കരയിലേക്ക് ഇട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഏതായാലും മഴ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തൊക്കെ ഇത്തവണ വെള്ളം കയറാനായിട്ട് ഈ ഒരു തോട് ഇടയാക്കുമെന്ന് ഉറപ്പാണ്. എന്താണ് ഈ പ്രതിഷേധത്തിന്റെ പെട്ടെന്നുള്ള കാരണം? ഇത് കണ്ടില്ലേ, ഇതൊക്കെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന പോളയാണ്. ഇതുപോലും കോരിക്കളയാൻ കൊച്ചി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട് 6.5 കോടി രൂപയ്ക്ക്. അത് എവിടെ പോയെന്നറിയില്ല. നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്ക് ആർക്കും അറിയില്ല. ഏറ്റവും മുകൾ തട്ടിൽ നിന്ന് കോരേണ്ട ഈ പോള പോലും കോരാതെ നഗരം മുഴുവൻ വെള്ളത്തിലാണ്. നഗരത്തിലെ വീടുകൾ മുഴുവൻ വെള്ളത്തിലാണ്. ഇവിടെ കുട്ടികളടക്കം ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു, സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മിക്ക വീടുകളിലും അവരുടെ വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു പോയിരിക്കുന്നു ഇന്നലത്തെ ഒറ്റ മഴയിൽ. അപ്പോൾ നഗരസഭയ്ക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ അകത്തുള്ളത്? നഗരസഭ എന്താണ് കഴിഞ്ഞ 2 മാസം ചെയ്തുകൊണ്ടിരുന്നത്? ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഇവിടെയും തൊട്ട് ചെറിയ ചില ജോലികൾ മാത്രമാണ് പേരിന് ഇപ്പോൾ ഈ നഗരസഭ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് പ്രതിഷേധം. കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ജോലികളൊക്കെ പേരിന് വേണ്ടി മാത്രം നടന്നു. അതിൻ്റെ ദോഷഫലം ഈ മഴക്കാലത്ത് നാട്ടുകാർ അനുഭവിക്കുമെന്നുള്ളതാണ് കൗൺസിലർമാർ പറയുന്നത്. പക്ഷേ നഗരസഭ ഇതിൽ അവകാശപ്പെടുന്നത് പല ഭാഗത്തും ജോലികൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ പ്രതിഷേധം കൊച്ചിയിൽ നടക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ മഴ തുടർന്നാൽ കൊച്ചിയുടെ പല ഭാഗങ്ങളിലും വെള്ളത്തിലാകുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ കാരണംകോട് തോടിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്യാംകുമാർ. പഞ്ചാബിലെ പട്യാലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി ആരംഭിച്ചിട്ടുണ്ട്. അവിടെ കർഷകർ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ റാലി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മുംബൈ ഡോംബിവലിയിൽ കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനം, 4 പേർ മരിച്ചു. 3 കിലോമീറ്ററോളം ദൂരത്ത് സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടായി. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്. ശ്രീനാഥ്, എപ്പോഴായിരുന്നു ഈ സംഭവം? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. കല്യാൺ ഡോംബിവലിയിലെ MIDCയിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. അതിനുള്ളിലെ ഒരു കെമിക്കൽ ഫാക്ടറിയിലെ ബോയിലറിലാണ് ആദ്യം സ്ഫോടനം ഉണ്ടാകുന്നത്. പിന്നീട് തുടർ സ്ഫോടനങ്ങളും ഉണ്ടായി. സമീപത്തെ മറ്റു ഫാക്ടറികളിലേക്കും കൂടി ഈ സ്ഫോടനം ഉണ്ടായി. അവിടെ കൂടി തീ പടർന്നു. ഈ സ്ഫോടനത്തിന്റെ ഒരു പ്രകമ്പനം ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൂരത്തിൽ ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. സമീപത്തെ ഈ ദൂരത്തൊക്കെ ഉള്ള വീടുകളുടെയും മറ്റും ജനച്ചില്ലുകളും മറ്റും പൊട്ടിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അത്രയേറെ ഭീകരമായ ഒരു സ്ഫോടനമാണ് ഉണ്ടായത്. സംഭവത്തിൽ ഇപ്പോൾ 4 തൊഴിലാളികൾ ആണ് മരിച്ചത്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 30ഓളം പേർ വിവിധ ആശുപത്രികളിലായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ചിലരുടെ നില ഗുരുതരമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഏതാണ്ട് വിജയകരമായിട്ടുണ്ട്. 15ഓളം ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. സമീപത്ത് കൂടുതൽ ഫാക്ടറികളിലേക്ക് തീ പടരാനുള്ള നീക്കങ്ങളും പെട്ടെന്ന് തന്നെ ഉണ്ടായി. കൂടുതൽ പേരെ സമീപത്ത് നിന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞത് ഇതിലും വലിയൊരു ദുരന്തമായി മാറുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞു. ഏതായാലും ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന വിവരവുമുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധം സ്ഥലവാസികൾക്കിടയിലുണ്ട്. കാരണം MIDCയിൽ ഇത് ആദ്യമായല്ല സ്ഫോടനം ഉണ്ടാകുന്നത്. 2016-ൽ 12ഓളം പേർ മരിച്ച ഒരു വലിയ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അതിന് കൂടാതെ ഈ സമീപകാലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ചെറു സ്ഫോടനങ്ങൾ ഉണ്ടാവാറുമുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ അത് ഉറപ്പാക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്നുണ്ട് എന്നതാണ് ആവർത്തിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ. ആളുമാറി ഒരാളെ അറസ്റ്റ് ചെയ്യുക, ആ ആളുമാറി അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ 4 ദിവസം ജയിലിൽ കിടക്കുക, ഇതുപോലെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 24 ആണ് ഇത് ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മലപ്പുറം പൊന്നാനിയിലാണ് വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറിനെ ആളുമാറി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭർത്താവ് ജീവനാംശം നൽകുന്നില്ല എന്ന യുവതിയുടെ പരാതിയിലാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ മറ്റൊരു അബൂബക്കറിന് പകരമാണ് ഈ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹം 4 ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. കൂടുതൽ വാർത്തകളിലേക്ക്. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയുടെ മരണകാരണം ഹൃദയാഘാതവും ആന്തരിക രക്തസ്രാവവുമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് പുലി ചത്തത്. തൃശൂർ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത് നിഖിൽ പ്രമേശാണ്. നിഖിൽ, ഈ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണങ്ങളായി 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഈ ആന്തരിക രക്തസ്രാവത്തിനുള്ള കാരണം എന്തെന്ന് പറയുന്നുണ്ടോ?
കൃഷ്ണ, ആന്തരിക രക്തസ്രാവം ഉണ്ടായിരിക്കാൻ സാധ്യത. ഒരുപാടധികം സമയം ഈ കമ്പിവേലിയിൽ ഇങ്ങനെ കുരുങ്ങിക്കിടന്നതിനാൽ ആന്തരിക അവയവങ്ങൾക്ക് ഏറ്റ പരിക്കായിരിക്കാം ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഹൃദയാഘാതവും ആന്തരിക രക്തസ്രാവവും മൂലമാണ് മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ കമ്പിവേലിയിൽ കുടുങ്ങിയപ്പോൾ ആന്തരിക രക്തസ്രാവത്തിന് കാരണമായി. തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ മരണകാരണം വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ പുലർച്ചെ ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് ഈ വാഴപ്പുഴ മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോപ്പിൽ ഇത്തരത്തിൽ പുലി കമ്പിവേലിയിൽ കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഏതാണ്ട് 6 മണിക്കൂർ സമയമെടുത്താണ് പുലിയെ അതിൽ നിന്ന് മോചിതരാക്കാൻ കഴിഞ്ഞത്. വനവകുപ്പ് പുലിയെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഇതിന് ഹൃദയാഘാതം വരികയും മരണം സംഭവിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ വനവകുപ്പ് ഈ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യവും അതിന് പിന്നാലെ നാട്ടുകാർ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കൃഷ്ണ. ശരി, പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ പ്രമേശാണ്. അവയവക്കടത്ത് കഥകൾ പുറത്തേക്ക്. കൊച്ചി അവയവക്കടത്തിൽ പിടിയിലായ സാബിത് നാസർ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ്. പണമിടപാട് സംബന്ധിച്ച് നിർണായക രേഖകൾ കണ്ടെത്തി. കൊച്ചി സ്വദേശിയായ സാബിത്തിന്റെ സുഹൃത്തിനായി അന്വേഷണം തുടങ്ങി 24 എക്സ്ക്ലൂസീവ്. അവയവം സ്വീകരിക്കാനുള്ളവരെയും നൽകാനുള്ളവരെയും കണ്ടെത്തുന്നത് സാബിത്താണ്. 30 മുതൽ 40 ലക്ഷം രൂപ വരെ പറഞ്ഞുറപ്പിക്കും. ശേഷം ഇറാനിലേക്ക് കൊണ്ടുപോകുന്നതാണ് രീതി. ക്രിപ്റ്റോ കറൻസി വഴിയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തി. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാബിത്ത് കേവലം ഇടനിലക്കാരനല്ല, മുഖ്യ സൂത്രധാരനാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും ആളുകളെ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ട്. സാബിത്തിന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. രാജ്യവ്യാപക അന്വേഷണം വേണ്ട കേസായതിനാൽ കേന്ദ്ര ഏജൻസികൾ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഇന്ന് സംഭവിച്ചത് ഈ വാർത്തയോടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.